ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇതാ എന്താ സാധനം? എന്താണ് എന്താ ഒരു ബോക്സ് ഒക്കെ ആയിട്ടാണല്ലോ രണ്ടാളും കൂടെ നമ്മളെ പറ്റിക്കാനുള്ള ഒരു പരിപാടിയാണല്ലോടാ. സുരേട്ടാ എന്താ ബോക്സ് ഒക്കെ കൊണ്ടുവരാ, കത്തി കൊണ്ടുവരാ, ബോക്സ് പൊട്ടിച്ച് നോക്കാലോ നമുക്ക് അല്ലേ? ബോക്സ് ഇതെന്താ സാധനം ഇത്? ഇപ്പൊ മറ്റേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തോ മേടിച്ചിരിക്കുകയാണല്ലോ. ആ അത് ജോളോ ചിപ്പാണല്ലോ. എടാ ചെക്കോ ഇത് ഭയങ്കര എരിവാണ്. നീ കഴിക്കോ? അതാ അഭിജിത്ത്. അയ്യോ അർജുന് പരുത്തിപ്പുള്ളി അർജുന്. ഇവനെ കൊണ്ട് തന്നെ അപ്പൊ നമുക്ക് കഴിപ്പിച്ച് നോക്കാം. നമുക്കൊന്ന് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അല്ലേ? എന്താ സംഭവം? ഭയങ്കര ഇതിലാണല്ലോടാ ഫ്ലിപ്കാർട്ടിൽ. നിങ്ങൾ എവിടെ നിന്ന് ഇത് എത്രയാണ് ഇതിന്? 240 ഉറുപ്പിക കൊടുത്തിട്ട് പൈസ ഒന്നും നോക്കിയില്ല. അമ്പോ ഇത് ചാവപ്പട്ടി. ഇത് നോക്ക്, ഡേഞ്ചറാണ്. ഫുള്ള് ചാവപ്പട്ടീന്റെ മോഡലിലൊക്കെയാണ് സാധനം കേട്ടോ. നമ്മള് ജോളോ ചിപ്പ് 1. അതില് ലാസ്റ്റ് ചിപ്പ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആള് പോകുന്നാണ് പറയുന്നത്. അത് ശരി. ജോളോ ചിപ്പ് ചാൽ വെയിറ്റ് 5 ഗ്രാം. ആകെ 5 ഗ്രാമേ ഉള്ളൂ ഈ സാധനം. ഇതിനാണ് ഇത്ര പഴയ ഇതാണ്. നമ്മളിതിൽ കുറെ കണ്ടിട്ടുള്ളത്, നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിട്ടുള്ളതേ. ഭയങ്കര എരിവാണെന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പൊട്ടിച്ച് നമുക്ക് അങ്ങോട്ട് നിൽക്കാം. നമുക്ക് എന്തായാലും കുറച്ച് എന്നാൽ പിന്നെ ഒരു പണി, നീ പോയിട്ടേ കുറച്ച് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വാ അർജുനെ. ഓക്കെ റെഡി. എന്നിട്ട് നമുക്ക് ഇത് നോക്കാം അല്ലേ? അപ്പൊ നമ്മളുണ്ടല്ലോ ഇത് കഴിക്കാൻ വേണ്ടി എന്തായാലും നമ്മുടെ ഇതാ അർജുൻ പരുത്തിപ്പുള്ളി റെഡി ആയിട്ടുണ്ട്. പൊന്നപ്പനുണ്ട്. പൊന്നപ്പനെ കാണില്ല. പൊന്നപ്പനാണ് ടേസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താ അറിയോ, അവരെന്തായാലും കഴിച്ചു നോക്കുമ്പോൾ നമ്മൾ വെറുതെ റിസ്ക് എടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ കുറച്ച് ഇതാ ഐസ്ക്രീമും കുറച്ച് ജ്യൂസും 7up ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. 7up ആണോ അതിൽ വെള്ളമാണോ എന്ന് അറിയില്ല. സാധനം റെഡി ആയിട്ടുണ്ട്. സുരാട്ടനുണ്ട്. അപ്പോൾ നമുക്കിത് തുറന്നു നോക്കാം കേട്ടോ. എന്താ ഈ ശവപ്പെട്ടീൻ്റെ ഉള്ളിൽ എന്താ അത്? ഇതൊന്നും ഇല്ലല്ലോ. ഇത് വേറെ പാള് പറഞ്ഞ പോലെ ഇതൊന്നും ഇല്ലല്ലോടാ. ഇതിൽ പൊട്ടിച്ച് അങ്ങനെ പൊട്ടിക്കാനുള്ള സെറ്റ്. എൻ്റെ പൊന്നോ, മുളകിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ അതിൽ. അത് പൊട്ടി. എൻ്റെ കൈ കൊണ്ടാക്കിയപ്പോഴേക്കും ഇത് പൊട്ടി. ഒരു കറുപ്പ് കളറാണ്. നമ്മൾ പക്ഷേ യൂട്യൂബിലും വേറെ ആൾക്കാരൊക്കെ ചെയ്തിട്ടുള്ള കണ്ടിട്ടുള്ളത് ഒരു റെഡ് കളറിലാട്ടോ. ഇതാണ് സംഭവം. ഇതാ നമ്മൾ ബോക്സ് തുറന്ന കാണുന്നതാണിത്. നമ്മൾ മരിച്ചു പോകുന്ന വരെയാണ് ഈ ബോക്സിൽ പറയണത്. അപ്പോൾ നമ്മളെന്തായാലും ഉണ്ടല്ലോ റിസ്ക് എടുക്കാൻ പോവാണ്. അപ്പോൾ ഒരു പണിയാ, നീ ഒരു പകുതി കഴിച്ചോ. കുറച്ച് അങ്ങനെ കഴിക്കാൻ പറ്റില്ല, എരിവ് അറിയണ്ടേ. അപ്പോൾ ശരി, പകുതി കഴിക്കണം. ഓക്കെ, അത് ഇത്രയും കഴിച്ചോ. എങ്ങനെയുണ്ട് നോക്കാലോ. ഞാനൊരു പൊട്ട് ഇത് ഞാനും കഴിച്ചു നോക്കാം. മോനപ്പോൾ ഇത് കഴിച്ചോ. അത് നമ്മൾ ഞാൻ എത്രയുണ്ട് ഇത്രയെങ്കിലും നമ്മൾ ടേസ്റ്റ് നോക്കണ്ടേ. ഇവർ കഴിച്ചു നോക്കണം. അപ്പൊന്നോ എടാ മുളക് അത് സത്യത്തിലുണ്ടല്ലോ അതിന്റെ മേലെ ഒരു മുളകുണ്ട്. ആ മുളക് കയറിപ്പോയാൽ മാത്രമേ എരിവ് അറിയുന്നുള്ളൂ. അതായത് ആ ചിപ്സിന് എരിവില്ല. അതിൻ്റെ മേലെ ഈ ഒരു മുളകുണ്ട്. ഇതാ എൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ മുളകായിട്ടുണ്ട്. ഈ മുളകിനാണ് എരിവുള്ളത്. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ചെറിയ പീസ് കഴിച്ചാൽ എനിക്ക് അറിയുന്നില്ല, വലിയ പീസ് കഴിച്ചാൽ രണ്ടാൾക്കും അറിയാം. മുളകൊക്കെ നക്കിയൊക്കെ കഴിക്കുന്നുണ്ട്. ഇവന് എരിവൊന്നും ഇല്ല എന്നുള്ളതാണ് എനിക്കറിയാത്തത്. അറിയാം. ശരിക്കും നമ്മളെ ചെറിയ കാന്താരി മുളകില്ലേ, അത് കടിച്ചാൽ എങ്ങനെ ഉണ്ടാവുന്നോ അതേപോലുള്ള എരിവ് കേറുണ്ട് ഇങ്ങനെ. പക്ഷേ ഈ പൊടി ഉണ്ടല്ലോ, ഈ മുളക് തേച്ച് വെച്ചാൽ ചിപ്സിന് പ്രത്യേകിച്ച് എരിവൊന്നുമില്ല. അതിന്റെ മേലെ മുളക് തേച്ച് വെച്ചിട്ടുണ്ട്. ആ മുളകിനാണ് എരിവ്. ഞാൻ കാന്താരി മുളക്, ആ ചെറിയ കാന്താരി മുളക്, അത് നല്ല കല്ലച്ചിട്ടുള്ള മുളക് കടിച്ചാൽ എങ്ങനെ ഉണ്ടാവുക ആ കയറ്റം ഇങ്ങനെ കേറുണ്ട്.
രണ്ടാള് കണ്ണൊക്കെ തുടക്കണം. സത്യാവസ്ഥ പറയണം. കാരണം നമ്മള് അതായത് ഇപ്പൊ പറയുന്ന നമ്മൾ ഈ യൂട്യൂബേഴ്സിലും, കാരണം 1 വർഷം 2 വർഷം മുമ്പൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ നമ്മൾ ഇപ്പോഴാണ് ചെയ്തെങ്കിലും, കാരണം നമ്മൾ ഇതുവരെ ഈ സാധനം ഓർഡർ ചെയ്യാനോ ഇതിനോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണോ ആൾക്കാരൊക്കെ ചെയ്യുന്ന സ്ഥിതിക്ക്. അപ്പോൾ നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ അത് അങ്ങനെ അത്രയ്ക്കുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും എക്സ്പീരിയൻസ് കഴിച്ചവർ പറയും. എന്താണ് അർജുൻ പറ്റിപ്പുള്ളി? ഞങ്ങൾക്ക് അത്ര എരിവായിട്ട് തോന്നിയില്ല, എന്നാലും ചെറിയൊരു എരിവ്, ഒരു മുളക് കഴിക്കണതിന്റെ എരിവ് അത്രേ ഉള്ളൂ. എന്താണ് എനിക്കും വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു സാധാരണ ഒരു എരിവ് മുളക് കഴിക്കുമ്പോഴുള്ള മുളക് പച്ചമുളക് കടിച്ചാലുള്ള ഒരു എരിവ്, കാന്താരി മുളക് കഴിച്ചാലുള്ള കഴിച്ച് കഴിയുമ്പോഴാണ് അതിൽ നാക്കിലൊരു എരിവ് അറിയുന്നത്. പക്ഷെ ഇപ്പോഴും ആ എരിവ് നിൽക്കുന്നുണ്ട് അല്ലേ? എരിവ് നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മളുണ്ടല്ലോ അപ്പോൾ കൂടുതൽ കഴിച്ച ആൾക്കാർ വലിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട്. അതെ, അപ്പൊ ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ ജ്യൂസ്. അപ്പോൾ ഇവർക്ക് ജ്യൂസും നമുക്ക് ഐസ്ക്രീമും. ലെറ്റ്സ് ഗോ. അപ്പോൾ അർജുന് കൊടുക്കണ്ട, അടുത്ത നമ്മള് അർജുൻ. അപ്പോൾ നമ്മളുണ്ടല്ലോ ഇതുപോലെ ആൾക്കാർ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനോ എന്തെങ്കിലും ആഗ്രഹം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നമ്മൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. നമുക്ക് അതായത് ഇതാരും കൊച്ചു കുട്ടികൾക്ക് കൊടുത്ത് ട്രൈ ചെയ്യരുത്, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഇല്ലേ? വലിയവർ, അതായത് ഒരു കിഡ്സ് ആർക്കും ഒരു 18 വയസ്സ് താഴെ അല്ലെങ്കിൽ ഒരു 15 വയസ്സ് താഴെയുള്ള ഒരാൾക്കും തന്നെ, മിനിമം 15 വയസ്സ് താഴെയുള്ള ഒരാൾക്കും തന്നെ കൊടുക്കരുത്. അതിൽ കൂടുതലുള്ള 15 വയസ്സ് കൂടുതലുള്ള ആർക്കും വേണമെങ്കിലും കൊടുക്കാം. ഇവനെ കണ്ടിട്ട് 15 വയസ്സില്ല എന്ന് വിചാരിക്കരുത്. 17 വയസ്സുള്ള കുട്ടികൾ, +2 പഠിക്കുന്ന പയ്യനാണ് കേട്ടോ. 16 വയസ്സാണ്. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.